കാരുണ്യവാനായ ദൈവമേ, സ്വർഗത്തിലെ മഹോന്നതികൾ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് രക്ഷ വാങ്ങി നൽകിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീരുവാനായി വിശുദ്ധ കന്യാമറിയാമിൽ അവിടുന്ന് ജഡാവതാരം ചെയ്തുവല്ലോ. സൗത്ത് വെസ്റ്റ് റീജിയനായി ഇന്ന് സംഗീത സായാഹ്നമായി ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ദൈവമേ, നിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ യുനെസ്കോ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. 2 സെൻറ്ററുകളിലും പ്രവർത്തിക്കുന്നതായ യുനെസ്കോ അംഗങ്ങളെയും ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും കമ്മിറ്റി അംഗങ്ങളെയും എല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, യൗവനം ദൈവത്തിന് അധിഷ്ഠിതമായി ജീവിപ്പാനും രക്ഷകന്റെ ജനനത്തെ ജീവിതത്തിലുടനീളം ഘോഷിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവം തന്നതായ താലന്തുകളെ ശരിയാവണ്ണം വിനിയോഗിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇന്ന് പാട്ടുകൾ ആലപിക്കുന്നതായ എല്ലാ യുനെസ്കോ അംഗങ്ങൾക്കായും സ്തോത്രം. അവിടുന്ന് ഒരു ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഇന്ന് ദൂത് നൽകുന്നതായ അഭിനയ ഫിലിക്സ് ഓസ്ലിമേനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ പുതിയ ഒരു വർഷത്തിലേക്ക് നിന്റെ മകൻ പ്രവേശിക്കുന്നല്ലോ. കഴിഞ്ഞ കാലങ്ങൾ ദൈവം കൊടുത്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. ജീവിതത്തിൻ്റെ വേദനകളിലും പ്രയാസങ്ങളിലും പ്രിയ മാതാവിൻ്റെ വേർപാടിൻ്റെ സമയങ്ങളിലും ഒക്കെ ദൈവം കൊടുത്ത ആശ്വാസനായും ധൈര്യത്തിനായും സ്തോത്രം. തുടർന്നും സഭയെ നയിപ്പാൻ അഭിനയ തിരുമേനിയെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കായി ഈ സെൻറ്ററിൽ ഇന്ന് ഈ ഗാന സന്ധ്യയിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. തിരുപ്പിറവിയുടെ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ നിന്റെ കൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഭദ്രാസനാധിപൻ അഭിവന്യ ഐസക് മാർ ഫിലിക്സ് നോസ് തിരുമേനി, സൗത്ത് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റ് മാത്യൂസ് അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠർ, യുവനസഖ്യം പ്രവർത്തകർ, റീജിയൻ ചുമതലക്കാർ, വിവിധ രാജ്യങ്ങളിലിരുന്ന് റിതംസ് ഓഫ് ബേത്ലഹേം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏവർക്കും അനുഗ്രഹീതമായ ക്രിസ്മസ് ആദ്യം തന്നെ ആശംസിക്കട്ടെ. ഈ കരോൾ സന്ധ്യയുടെ ചെയർമാൻ എന്ന ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള റീജിയൻ കമ്മിറ്റിയോടുള്ള കടപ്പാടും സ്നേഹവും ആദ്യം തന്നെ അറിയിക്കട്ടെ. ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ഈ സമയം ഞാൻ വിനിയോഗിക്കട്ടെ. 70-ാം വയസ്സിന്റെ നിറവിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ ഭദ്രാസന അധിപൻ അഭിമന്യ മാർ ഫിലിക്സ് നോസ് തിരുമേനി ഈ നാളുകളിൽ നമ്മുടെ ഭദ്രാസനത്തിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്നു. ഈ കാരൽ സന്ധ്യയിൽ നമുക്ക് ക്രിസ്മസ് സന്ദേശം നൽകുന്നത് പ്രിയപ്പെട്ട തിരുമേനിയാണ്. തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതിനൊപ്പം എല്ലാവരുടെയും പേരുള്ള ജന്മദിന ആശംസകളും ഈ സമയത്ത് നേരുന്നു. നമ്മുടെ ഭദ്രാസന സെക്രട്ടറി റവറൻഡ് മനോജ് ഇടുക്കലാച്ചൻ എന്നും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി നമുക്ക് ഒപ്പമുണ്ട്. അച്ഛനെയും ഈ മീറ്റിംഗിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. സൗത്ത് വെസ്റ്റ് റീജിയൻ യുവനസഖ്യം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അതിന്റെ പ്രസിഡന്റായ റവറൻഡ് മാത്യൂസ് അച്ഛനാണ്. അച്ഛനൊപ്പം വൈസ് പ്രസിഡന്റായി ശ്രീമതി ബിജി
ജോബി, സെക്രട്ടറിയായിട്ട് ശ്രീ സിജു ഫിലിപ്പ് എന്നിവരും പ്രവർത്തിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ പ്രോത്സാഹനം ഈ പ്രോഗ്രാം യാഥാർത്ഥ്യമാക്കുന്നതിൽ വളരെ വിലപ്പെട്ടതായിരുന്നു. വളരെ സ്നേഹത്തോടെ ഈ പ്രിയപ്പെട്ട 3 പേരെയും ഈ കാരൽ സന്ധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഗാന ശുശ്രൂഷയിൽ പങ്കുചേരുന്നതായിട്ടുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് ഈ ഗാന സന്ധ്യയെ അനുഗ്രഹീതമായ ഗാനങ്ങളിലൂടെ ധന്യമാക്കുന്നത് നമ്മുടെ റീജിയനിലെ യുവനസഖ്യം ഗായക സംഘങ്ങളും അതുപോലെ ഇൻസ്ട്രുമെന്റൽ വിർച്വൽ കൊയർ ഒരുക്കിയതായിട്ടുള്ള ഈ റീജിയനിലെ കുഞ്ഞുങ്ങളുമാണ്. അവരെ ഏവരെയും ഒപ്പം യുവനസഖ്യത്തിന്റെ എല്ലാ പ്രവർത്തകരെയും ചുമതലക്കാരെയും ഈ കാരൽ സന്ധിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഈ ഗാന ശുശ്രൂഷയുടെ മുഖ്യ സ്പോൺസേഴ്സായി നമ്മുടെ ഗായക സംഘങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെമന്റോ, സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ ലൈവ് കോൺടെസ്റ്റിൽ പങ്കുചേരുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് ഉള്ള സമ്മാനങ്ങൾ, ഇവ സ്പോൺസർ ചെയ്ത് നമ്മെ സഹായിക്കുന്നത് റോയൽ ട്രാവൽസ് ആൻഡ് ടൂർസ് സ്റ്റാഫേർഡ് ആണ്. ഇതിന് നേതൃത്വം നൽകുന്നതായിട്ടുള്ള ട്രിനിറ്റി മാർത്തോമ ഇടവാങ്ങളായ പ്രിയപ്പെട്ട MT മെത്തായി അങ്കിൾ, അതുപോലെ പ്രിയപ്പെട്ട തോമസ് ഉമ്മൻ അങ്കിൾ, ഈ പ്രിയപ്പെട്ടവരെ വളരെ ആദരവോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഒപ്പം കോ സ്പോൺസേഴ്സായി നമ്മെ സഹായിക്കുന്ന ശ്രീ ജോർജ് C. എബ്രഹാം സ്റ്റാഫോർഡ്, ഹെഡ്ജ് ബ്രോക്കറേജ് ഉടമയായ ശ്രീ സജി, എക്സ്പ്രസ് ഫാർമസി കെയർ ഉടമയായ ശ്രീ ഷിനു പുന്നൂസ്, ശ്രീ സോണി അലക്സാണ്ടർ, ആക്സൺ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഉടമയായ ശ്രീ ഷാജി ജോൺ, ഈ പ്രിയപ്പെട്ടവരെ വളരെ ആദരവോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. റിതംസ് ഓഫ് ബേത്ലഹേം യാഥാർത്ഥ്യമാക്കുവാൻ ഇതിന്റെ കൺവീനേഴ്സായി എന്നോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചത് ഹൂസ്റ്റൺ ട്രിനിറ്റി ഇടവാംഗമായ ശ്രീ വിജു വർഗീസും നമ്മുടെ റീജിയൻ ട്രഷറർ കൂടിയായ ഡാലസ് കരോൾട്ടൺ ഇടവാംഗമായ ശ്രീ സിബിൻ തോമസും ആണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ അവരെയും ഈ ഗാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം എഡിറ്റ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചത് ട്രിനിറ്റി മാർത്തോമ ഇടവാംഗമായ ശ്രീ ജെയ്സൺ സാമുവൽ ആണ്. വിർച്വൽ ക്വയർ ഇൻസ്ട്രുമെന്റൽ എഡിറ്റ് ചെയ്ത് നമ്മെ സഹായിച്ചത് ഇലന്തൂർ സ്വദേശിയായ ശ്രീ ജോൺ മാത്യുവും കോന്നി സ്വദേശിയും സെമിനാരി വിദ്യാർത്ഥിയുമായ ശ്രീ ഡേവിഡ് ജോൺ വർഗീസുമാണ്. ഈ പ്രിയപ്പെട്ടവരെയും ഈ ഗാനസന്ധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് നമ്മുടെ ഭദ്രാസനത്തിന്റെ മീഡിയ വിഭാഗമായ മാർത്തോമ മീഡിയയും സഭയുടെ മീഡിയ വിഭാഗമായ DSMC, ഒപ്പം പ്രവാസി ചാനൽ, സെറാഫിം ന്യൂസ്, അബ്ബ ന്യൂസ്, eMalayali.com, മലയാളി എന്റർടൈൻമെന്റ് TV എന്നിവരാണ്. ഈ ചാനലുകളുടെ അണിയറ പ്രവർത്തകരെ ഏവരെയും ഈ ഗാനശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുകയും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യട്ടെ. വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ ഈ സംഗീത സന്ധിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഈ ഗാനസന്ധ്യ നിങ്ങൾക്ക് ഏവർക്കും ഒരു വിരുന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒന്നാം പാഠഭാഗമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേനിയോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോട് കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ട് യഹൂദിയയിലെ ബേത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ ഒരു മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവൾക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം,
ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇങ്ങനെ പാഠഭാഗം അവസാനിച്ചു. മലങ്കര മാർത്തോമ യുവജന സഖ്യം സൗത്ത് വെസ്റ്റ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്മസ് ഗാന ശുശ്രൂഷയായ റിതംസ് ഓഫ് ബേത്ലഹേം എന്ന ക്രിസ്മസ് പ്രോഗ്രാമിൽ മാർത്തോമ ചർച്ച് ഓഫ് ഡാളസ് കരോൾട്ടൺ യുവജന സഖ്യം ആലപിക്കുന്ന ആരിവൻ ആരിവൻ ആരാരോ എന്ന ഗാനം ഇവിടെ സമർപ്പിക്കുന്നു. രചന അഭിയ മറിയം ജെയിംസ്, സംഗീതം അഭിഷേക് മാത്യു ജെയിംസ്. ഈ സംഗീത പരിപാടിക്ക് ഇടവക യുവജന സഖ്യത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മഹിതനായ
രണ്ടാം പാഠമായി മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കിൽ നിന്നു വിദ്വാൻമാർ യെരുശലേമിലേക്ക് എത്തി. യഹൂദന്മാരുടെ രാജാവ് പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവന് യെരുശലേമൊക്കെയും പ്രവചിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി. ക്രിസ്തു എവിടെയാവുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദയിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മ അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്നു എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെയും അമ്മയെയും മറയോടുകൂടെ കണ്ടു. വീണു അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നു, കുന്ത്, തൂക്കും മോരും കാഴ്ചവെച്ചു. ഹെരോദ രാജാവിന്റെ അടുക്കള മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായതുകൊണ്ട് അവർ വേറെ വഴിയായി സ്വദേശത്തിലേക്ക് മടങ്ങിപ്പോയി. ഇതിനെ 2-ാം പാഠം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആദ്യ ക്രിസ്മസ് ഗാനത്തിന്റെ ഈരടികളോടൊപ്പം ഇമ്മാനുവേൽ മാർത്തോമ യുവജന സഖ്യവും ചേർന്ന് പാടുന്നു. മണിമേടയുമില്ല, സപ്രമഞ്ചവുമില്ല, നാഥന് പിറക്കാൻ പുൽക്കൂട് മാത്രം. പുൽക്കൂട്ടിൽ പിറന്ന ആ ജീവനാഥന് ഇന്ന് പിറക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാം. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഈ കൊറോണ കാലത്തെ ക്രിസ്മസ് പ്രത്യാശയുടെ ഉണർത്തുപാട്ടാവട്ടെ. ഏഴകളായ നമുക്കായി പുൽക്കൂട്ടിൽ പിറന്ന നാഥന് ഒന്നായി നമുക്ക് പാടാം. മണിമേടയുമില്ല, സപ്രമഞ്ചവുമില്ല. മനുവേലനു വന്നു പിറക്കാൻ
സ്തോത്രം. എത്രയും ബഹുമാനം നിറഞ്ഞ ഭദ്രാസന എപ്പിസ്കോപ്പ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഐസക് മാർ ഫീലിക്സ് നോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഭദ്രാസന സെക്രട്ടറി മനോജ് ഇടുക്കുളച്ചൻ, യുവജന സഖ്യത്തിൻ്റെ ഭദ്രാസന ചുമതലക്കാർ, സൗത്ത് വെസ്റ്റ് റീജിയൻ ചുമതലക്കാർ, സെൻട്രൽ പ്രവർത്തകർ, ഈ റിതം ഓഫ് ബേത്ലഹേം എന്ന ക്രിസ്മസ് ഗാനസന്ധ്യ യാഥാർത്ഥ്യമാക്കുവാൻ എന്നോടൊപ്പം അധ്വാനിക്കുന്ന സൗത്ത് വെസ്റ്റ് റീജിയൻ യുവജന സഖ്യം സ്നേഹിതർ, ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ക്രിസ്തുവിൻ്റെ ജനനത്തെ പാടി അറിയിക്കുവാൻ ലഭിക്കുന്ന എല്ലാ അവസരത്തിനായും ദൈവത്തിന് സ്തുതി പറയാം. മീകാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉദ്ഭവിച്ച് വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ഈ പ്രവചന പൂർത്തീകരണമായി കാലസമ്പൂർണതയിൽ ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ചു. ആ ജനനത്തിൻ്റെ സന്തോഷം ഉൾക്കൊണ്ട് സ്വർഗീയ സൈന്യത്തിൻ്റെ സംഘം ദൂതനോട് ചേർന്ന് പാടി പുകഴ്ത്തിയതുപോലെ ഇന്നും നമുക്ക് ദൈവത്തെ പാടി പുകഴ്ത്താം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സകല മഹത്വവും പുകഴ്ചയും ഉന്നതി വെടിഞ്ഞു വന്ന എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത ക്രിസ്തുവിന് സമർപ്പിച്ച് നമുക്ക് അവനെ പാടി പുകഴ്ത്താം. ഈ പ്രോഗ്രാമിൻ്റെ ആലോചന തന്ന ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന റോഷൻ അച്ഛന ആണ് ഈ റിതം ഓഫ് ബേത്ലഹേം എന്ന പ്രോഗ്രാമിൻ്റെ സൂത്രധാരൻ. അച്ഛനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ബിജുവിനും മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും AV ടീമിനും ഈ പ്രോഗ്രാമിൻ്റെ സ്പോൺസേഴ്സിനും ഇത് ലൈവ് ചെയ്യുന്ന എല്ലാവർക്കും, ഇതിൽ പാട്ടുകൾ പാടിയ എല്ലാ ദേവാലയത്തിലെയും യുവജന സഖ്യം കൊയർ അംഗങ്ങളെയും, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് മറ്റ് പ്രോഗ്രാമുകൾ സമയത്തിന് റെക്കോർഡ് ചെയ്തു തന്ന എല്ലാവരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. സൗത്ത് വെസ്റ്റ് റീജിയൻ യുവജന സഖ്യത്തിൻ്റെ ഈ സംരംഭത്തിൻ്റെ ഭാഗവാക്കുകളായ വിവിധ രീതികളിൽ സഹായിച്ച എല്ലാവരെയും ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ക്രിസ്മസും ന്യൂ ഇയറും ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാനവരാശിക്ക് മഹാസന്തോഷത്തിൻ്റെ സുവിശേഷമായി ദൈവസ്നേഹത്തിൻ്റെ പൂനിലാവ് കഴിച്ച് ക്രിസ്മസ് വീണ്ടും സമാഗതമാകുന്നു. മണ്ണിലും വിണ്ണിലും മനതാരിലും നക്ഷത്രങ്ങൾ പൂത്തൊളിയുന്ന ഉത്സവകാലം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമരുളുന്ന സ്വർഗീയ സങ്കീർത്തനങ്ങൾ, കാതുകളെ കുളിരണിയിക്കുന്ന സംഗീത വസന്തം. ഈ ധന്യവേളയ്ക്ക് സ്വാഗതം മോദി മാർത്തോമ ചർച്ച് ഓഫ് ഡാലസ് ഫാർമേഴ്സ് ബ്രാഞ്ച് യുവന സഖ്യം കാഴ്ചവെക്കുന്ന മനോഹരമായ ഈ സംഗീതം ശ്രവിച്ചാലും. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി സമാഗതമാകുന്നു. കോവിഡ് മഹാമാരി വിധിച്ച മരണഭീതിയും നിരാശാജനകമായ അനുഭവങ്ങളും നമ്മുടെ പരിസരത്തെ അന്ധകാരപൂർണ്ണമാക്കിയിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണല്ലോ നാം ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതിനെ വിശുദ്ധ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്നാണ്. മാനവരാശിയുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നിട്ടില്ല എന്ന സന്ദേശമാണ് നമ്മുടെ രക്ഷകന്റെ പിറവി ലോകത്തോട് വിളിച്ചോതുന്നത്. പ്രതീക്ഷയുടെ വെട്ടം കെട്ടുപോയ ഇടങ്ങളിൽ പ്രത്യാശയുടെ പുതിയ തിരിനാളങ്ങൾ കത്തിജ്വലിപ്പിക്കുവാൻ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് അനുഭവങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമ ചർച്ച് നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ സൗത്ത് വെസ്റ്റ് റീജിയൻ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന റിതംസ് ഓഫ് ബേത്ലഹേമിന് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ.
താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താം. അണയുന്നിതാ താഴ്ചയുമായി പകതാരിലാനന്ദമായി ബിന്ദുകളും മാനവരും ഒന്നായി ഒരു രാഗമായി. ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനെ, ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനെ, ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ, ഹല്ലേലൂയ 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 ദാവീദിൻ ഉന്നതനെ, ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനെ, ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ സേനകൾ പാടുന്നുവോ, സ്നേഹം മഞ്ഞിലാകുന്നുവോ, വാരിലെ പൂരിരുൾ മായുന്നുവോ, ആരിവൻ കാതന്റെ പൊൻസുതരോ, ഇരവിലകന്ന മനസ്സിനരികെ നിറഞ്ഞ ചിരിയുമായി കരനിറഞ്ഞൊരു കനവിലകവെ പകരം കഴിയുമാ. ഈരാവിൽ പൂജാതനാ സ്വതകാരം മാനവനാ, മലനിരയിൽ അഴകായി കനുപേതിറങ്ങും അഴകിലലയലേ ഗാനമായി. കൺമണിയെ കാണാൻ താരാട്ടുപാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താം. നീർക്കണം നിറയുന്നുവോ, ഇടനെഞ്ചിൽ നൊമ്പരം തിങ്ങുന്നുവോ, ആകുല കാർമുകിൽ പെയ്തിടുന്നു, ജീവിത താരങ്ങൾ വന്നിടുന്നു, കരകടന്നു തിരകൾ വന്നതിനും നീരയായി കരം പിടിച്ചൊരു കടലിലാകുവാൻ മരുന്ന് നായകനാ. ഈരാവിൽ പൂജാതനാ സ്വതകാരം മാനവനാ, മലനിരയിൽ അഴകായി കനുപേതിറങ്ങും അഴകിലലയലേ ഗാനമായി. കൺമണിയെ കാണാൻ താരാട്ടുപാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താം. അണയുന്നിതാ താഴ്ചയുമായി പകതാരിലാനന്ദമായി ബിന്ദുകളും മാനവരും ഒന്നായി ഒരു രാഗമായി. ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനെ, ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനെ, ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ
Royal Travel and Tours, a travel agency with over 25 years of experience. Tour packages are available to all major destinations: Australia, New Zealand, Holy Land, China, India, and much more. Royal Travel and Tours, the lowest airfares in town. Call 281-499-2359. Service available 24/7 at 281-467-5642. Sushi,
ഒരു ക്രിസ്മസ് കാലയളവിലേക്ക് വീണ്ടും നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ക്രിസ്തുവിൻ്റെ തിരുജനനം മനുഷ്യരിൽ സന്തോഷവും സമാധാനവും ലഭ്യമാകുന്നതായ ദൈവ സാന്നിധ്യമാണ്. ബേത്ലഹേമിൽ നമുക്ക് വേണ്ടി ജാതനായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനായിട്ട് വിശ്വാസ സമൂഹം ഒരുങ്ങുന്നു. ഓരോ ക്രിസ്തുമസും ഒരു ഓർമ്മപ്പെടുത്തലാണ്, പുതിയ ജീവിത അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നതായ ദൈവത്തിൻ്റെ ഇടപെടലാണ്. യേശു ക്രിസ്തു ഇന്നും നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതായ ഉറപ്പും ധൈര്യവും നമുക്ക് ആവശ്യമാണ്. പ്രത്യേകമായി ഇന്നത്തെ ലോക സാഹചര്യത്തിൽ മനുഷ്യർ ഭയത്തിലും ആശങ്കയിലും ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ക്രിസ്മസ് ആഘോഷം എന്തുകൊണ്ടും ഒരു വ്യത്യസ്ത അനുഭവമാണ്, പ്രത്യേകത നിറഞ്ഞ ഒരു അനുഭവമാണ്. ശാന്തമായി ദൈവസന്നിധിയിൽ ആയിരിക്കുക എന്നത് നമ്മുടെ താല്പര്യം എങ്കിലും സമാധാനം നഷ്ടപ്പെട്ടതായ മനുഷ്യൻ, നമ്മുടെ പ്രിയപ്പെട്ടവർ കോവിഡ് മഹാമാരിയുടെ വിഷമകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യം, നമ്മിൽ നിന്ന് വേർപെട്ടു പോയതായ നമ്മുടെ പ്രിയപ്പെട്ടവർ, വിവിധ രീതിയിലുള്ളതായ പ്രതിസന്ധി അനുഭവിക്കുന്നതായ ജനത, ഇതെല്ലാം ഇന്ന് ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നതായ ഒരു വിഷമ സന്ധിയായി നിൽക്കുമ്പോൾ ഈ ക്രിസ്തുമസ് ഒരു വ്യത്യസ്തത നിറഞ്ഞ ഒരു അനുഭവമായിട്ട് നാം കാണുന്നുണ്ട്. താളം തെറ്റിയതായ ജനതയ്ക്ക് താളാത്മകമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുന്നതായ ദൈവ സാന്നിധ്യമാണ് ക്രിസ്തുമസിൻ്റെ ആഘോഷം എന്ന് പറയുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ നൽകി ലോകത്തെ സ്നേഹിച്ചതായ ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ്. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക, രക്ഷകനെ കാണുക, രക്ഷകന്റെ സ്നേഹം അനുഭവിക്കുക. ഇത് ക്രിസ്മസിൻ്റെ സന്ദേശം ആകുമ്പോൾ ഈ രക്ഷകൻ ആരാണ്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസുള്ള ദേശത്ത് പാർക്കുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ഇരുട്ടിൽ നടക്കുന്നതായ ജനത്തിന്, അന്ധകാരം നിറഞ്ഞതായ സാഹചര്യത്തിലായിരിക്കുന്ന മനുഷ്യർക്ക് പ്രകാശമായി യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് എല്ലായ്പ്പോഴും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ജീവിതം എങ്ങോട്ട് എന്നുള്ളതായ ചോദ്യം ചോദിക്കുന്ന മനുഷ്യൻ, അവനിൽ പ്രകാശമുദിക്കുന്നതായ, വെളിച്ചം നൽകുന്നതായ ദൈവ സാന്നിധ്യമായിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ തിരുജനത്തെ നാം കാണുന്നത്. ലോകം, മനുഷ്യൻ അന്ധകാരത്തിൽ തപ്പി നടക്കുമ്പോൾ, അതെ, നിങ്ങൾക്ക് പ്രകാശമായി നിങ്ങളുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്നുള്ളതായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ഈ ക്രിസ്തുമസ് കാലയളവിലും മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ആട്ടിടയർക്ക് ലഭ്യമായ ദൈവത്തിൻ്റെ സന്ദേശം, ഭയപ്പെടേണ്ട, ഒരുപക്ഷെ ദൈവത്തിൻ്റെ ദിവ്യ തേജസ് അവരുടെ മേൽ മിന്നി ആ പ്രകാശത്തിലാണ് ഭയപ്പെടേണ്ട എന്നുള്ളതായ ശബ്ദം കേൾക്കുവാൻ അവർക്കിടയായിത്തീരുന്നത്. ഭയം നിറഞ്ഞതായ ലോകം, ആശങ്കയിലായിരിക്കുന്ന ലോകം,
അവിടെ ഭയം നീക്കുന്നതായ ദൈവസാന്നിധ്യമായിട്ട് ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വേദനയുടെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിൽ, വേർപാടിൻ്റെയും ദുഃഖത്തിൻ്റെയും മധ്യത്തിൽ മനുഷ്യൻ ആകുലപ്പെടുമ്പോൾ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ഞങ്ങളോട് ഉണ്ട് എന്ന് പറയുന്നതായ കർത്താവാണ്. അതുകൊണ്ട് ഭയം നീക്കുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതായ ഒരു സന്ദർഭമായിട്ട്, അവസരമായിട്ട് ഈ ക്രിസ്മസ് കാലയളവ് നമുക്ക് മാറണം. റിതംസ് ഓഫ് ലൈഫ്, ഇത് ബേത്ലഹേമിൽ ദർശിക്കുന്നതായ ദർശനമാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. താളാത്മകമായ ദൈവത്തോടൊത്ത് പരിഭാവനയിൽ ജീവിക്കുന്നതായ ഒരു ജീവിതാനുഭവം എങ്ങനെ സാധ്യമാകും? ജീവിക്കുന്നതായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ഉറപ്പ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ജീവൻ, സമൃദ്ധമായ ജീവൻ ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്നു. ഒരു ശിശു ജനിച്ചത് പുതിയ ജീവൻ ലഭ്യമായതിനു ശേഷമാണ്. ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദൈവിക പദ്ധതിയാണ്. ദൈവാത്മാവിൽ ഉരുവായ ഈ ശിശു സർവർക്കും രക്ഷകനായി മാറുമ്പോൾ, സർവരെയും വീണ്ടെടുക്കുന്നതായ ദൈവത്തിൻ്റെ പുത്രനായി കാണുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ ജീവനും ചൈതന്യവും നൽകുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നാം മനസ്സിലാക്കുന്നത്. ഓരോ ജീവിത അനുഭവങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെയും എൻ്റെ സമൂഹത്തെയും രൂപാന്തരപ്പെടുത്തുന്നത്, അത് യേശുവിലൂടെ സാധ്യമായി തീരുന്നതായ ഒരു വലിയ സംഭവം, ഇതൊരത്ഭുതമായിട്ട് മാത്രമാണ് നാം ഇന്ന് കാണുന്നത്. അതുകൊണ്ട് ക്രിസ്തുമസ് കാലയളവിൽ ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു എന്ന് പറയുമ്പോൾ, പരിമിതമായ ലോകത്തിൽ സർവേശ്വരൻ നമ്മോടുകൂടെ എന്നുള്ളതായ ബോധം, സർവ്വതിൻ്റെയും സൃഷ്ടിയായ, സർവ്വതിനെയും പരിപാലിക്കുന്നതായ ആ ദൈവം സ്വർഗസിംഹാസനം വെടിഞ്ഞ് നമ്മുടെ മധ്യത്തിൽ ഇന്ന് ആയിരിക്കുന്നു എന്നുള്ളതായ ആ ഒരു വലിയ അവസ്ഥ ഒരുപക്ഷെ പരിമിതികളെ രൂപാന്തരപ്പെടുത്തുന്നതായ, നമ്മുടേതായ രീതിയിൽ വിഷമ സാഹചര്യങ്ങളെ പരിപോഷിപ്പിക്കുന്നതായ, ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലായിരിക്കുമ്പോൾ താങ്ങും തണലുമായി നമ്മെ വഴി നടത്തുന്നതായ ദൈവസാന്നിധ്യമാണ്. എൻ്റെ പരിമിതികളെ പരിപോഷിപ്പിക്കുന്നതായ, അനുഗ്രഹകരമാക്കി മാറ്റുന്നതായ ദൈവം, ഈ ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതായ ഉറപ്പാണ് ഇന്ന് പ്രത്യേകിച്ച് മനുഷ്യൻ വേവലാതിയിൽ, പ്രയാസത്തിൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദർശിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ കഴിവുകൾ, എൻ്റെ പ്രയത്നം അതെങ്ങും എത്തുന്നില്ല എന്ന ശാസ്ത്രം പോലും ഇന്ന് പറയുന്ന സാഹചര്യത്തിൽ അതിനപ്പുറമായി നമ്മെ കരുതുന്നതായ, പരിപാലിക്കുന്നതായ ദൈവം നമ്മോടുകൂടെ ഉണ്ട്, ഇമ്മാനുവേലായി നമ്മെ കാക്കുന്നു. ആ ദൈവത്തിൻ്റെ വലിയ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് ആവശ്യമാണ്. സൗത്ത് വെസ്റ്റ് റീജിയണൽ മാർത്തോമ യുവജന സഖ്യം ഓരോ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ പ്രയാസപ്പെടുന്നതായ മനുഷ്യരുടെ മധ്യത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ ഏറ്റവും ധന്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവം നൽകിയിരിക്കുന്നതായ ആയുസ്, ആരോഗ്യം, സാഹചര്യങ്ങൾ കൂടുതലായി കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഓരോ ക്രിസ്തുമസും നമ്മെ ആഹ്വാനം ചെയ്യുന്നത് കർത്താവിന് വേണ്ടി ഞാൻ
ഒരു പുതിയ മനുഷ്യനായി എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാ ഞാൻ നിന്റെ ദാസൻ, ഇതാ ഞാൻ നിന്റെ ദാസി. ഒരുപക്ഷെ ഒരു സമർപ്പണ അനുഭവത്തിലൂടെ ക്രിസ്തുവിന് ജന്മം നൽകിയതായ, ക്രിസ്തുവിനെ വരവേറ്റതായ വ്യക്തികളുടെ ജീവിതം ഇന്ന് നമുക്ക് മാതൃകയായി കാണുവാൻ സാധിക്കും. യേശു ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ജനിക്കുമ്പോൾ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുന്നത്, ദൈവമേ, അവിടുന്ന് എന്നോടുകൂടെ, ഞാൻ നിന്റെ കരങ്ങളിൽ, ഞാൻ നിന്റെ ദാസൻ, ഞാൻ നിന്റെ ദാസി. ഈ അനുഭവത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുവാൻ ഈ ക്രിസ്മസ് കാലയളവിൽ ദൈവം നമുക്ക് കൃപ ചൊരിയട്ടെ. റിതംസ് ഓഫ് ബേത്ലഹേം, തളം തെറ്റിയതായ ജനത്തിന് താളം നൽകുന്നതായ, രൂപം നഷ്ടപ്പെട്ടതായ ജനത്തിന് രൂപം നൽകുന്നതായ, ശബ്ദമില്ലാത്തതായ മനുഷ്യർക്ക് ശബ്ദം നൽകുന്നതായ യേശു ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യമായിട്ട് അനുഭവിപ്പാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. യുവതി യുവാക്കൾക്ക് വിശ്വാസ സമൂഹത്തിൻ്റെ പ്രത്യാശയും ധൈര്യവും പ്രതീക്ഷയും നമുക്ക് വേണ്ടി ലോകത്തിൽ അവതരിച്ചതായ ഈ കർത്താവിലൂടെ ലഭ്യമാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏവർക്കും സന്തോഷകരമായ ക്രിസ്മസും അനുഗ്രഹകരമായ പുതുവർഷവും നേരുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. North America, Europe, Diocese of the Marthama Church is proud of all our youths. May the good Lord continue to bless you and guide you to be His ambassadors in this world in transforming the life of humanity. May God bless you. Ha!
Hedge Brokerage. Life insurance with long-term care, disability income, business overhead expense disability insurance, 10-pay life insurance, estate planning, Advantage Index Universal Life S&P 500, Life Income Annuity. Hedge Brokerage, New York. Phone 516-433-4310. hedgebrokerage@gmail.com. ദൈവനാമത്തിന് മഹത്വം. ഒരു ആഗമന ദിനങ്ങളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി ജനിച്ചു എന്നുള്ള വലിയ സന്തോഷാനുഭവത്തെ ഉൾക്കൊണ്ട് അത് പാട്ടുകളിലൂടെ പാടി അറിയിക്കുന്നതായ ഈ ദിനങ്ങളിൽ സൗത്ത് വെസ്റ്റ് യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ റിതം ഓഫ് ബേത്ലഹേം എന്ന ഈ പ്രോഗ്രാമിൽ സെഹിയോൻ മാർത്തോമ ചർച്ച് യുവജന സഖ്യം പ്രസന്റ് ചെയ്യുന്നു അന്നൊരു രാവ്. അന്നൊരു രാവിൽ ആകാശപ്പൊയ്കയിൽ മാലാഖമാർ പാടി. അന്നൊരു രാവിൽ ആകാശപ്പൊയ്കയിൽ മാലാഖമാർ പാടി. ഉന്നതത്തിൽ മാമഹത്വം ഭൂമി സമൃദ്ധിയും. ഉന്നതത്തിൽ മാമഹത്വം ഭൂമി സമൃദ്ധിയും. അന്നൊരു രാവിൽ ആകാശപ്പൊയ്കയിൽ മാലാഖമാർ
വിണ്ണിൽ ദേവൻ മണ്ണിൽ വന്നു മഹിമകൾ വെടിഞ്ഞു. വിണ്ണിൽ ദേവൻ മണ്ണിൽ വന്നു മഹിമകൾ വെടിഞ്ഞു. സകല ജനവും അതേറ്റു പാടി പുതിയ മാനവ സംഗീതം. സകല ജനവും അതേറ്റു പാടി പുതിയ മാനവ സംഗീതം. ലാല 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 ലാല. അന്നൊരു രാവിൽ ആകാശപ്പൊയ്കയിൽ മാലാഖമാർ പാടി. അന്നൊരു രാവിൽ ആകാശപ്പൊയ്കയിൽ മാലാഖമാർ പാടി. ശിശുവെ കണ്ടു വണങ്ങിടുന്നു. താലിത്തൊഴുത്തിൽ പിറന്ന ശിശുവെ കണ്ടു വണങ്ങിടുന്നു. നീലവാനം പൂച്ചൊരിഞ്ഞു നീതിയിൻ സൂര്യനായി. നീലവാനം പൂച്ചൊരിഞ്ഞു നീതിയിൻ സൂര്യനായി. ലാല 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 ലാല. അന്നൊരു രാവിൽ ആകാശപ്പൊയ്കയിൽ മാലാഖമാർ പാടി. അന്നൊരു രാവിൽ ആകാശപ്പൊയ്കയിൽ മാലാഖമാർ പാടി. ഉന്നതത്തിൽ മാമഹത്വം ഭൂവിൽ സംപ്രീതിയും. ഉന്നതത്തിൽ മാമഹത്വം ഭൂവിൽ സംപ്രീതിയും. അന്നൊരു രാവിൽ ആകാശപ്പൊയ്കയിൽ അന്നൊരു രാവിൽ ആകാശപ്പൊയ്കയിൽ മാലാഖമാർ പാടി. ആകാശപ്പൊയ്കയിൽ അന്നൊരു രാവിൽ ആകാശപ്പൊയ്കയിൽ മാലാഖമാർ പാടി. മാലാഖമാർ പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ആഗതമായിരിക്കുന്നു. ദൈവപുത്രന്റെ തിരുപ്പിറവി. ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തുയേശു. വികലമായ മനുഷ്യ ജീവിതത്തെ ദൈവീകമായി മാറ്റുന്നതിനാണ് രക്ഷകൻ പിറന്നത്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യ ഹൃദയങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും ഈ ക്രിസ്മസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡയസിസ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ എല്ലാവിധ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
കാച്ചിലം പൊലി കേൾക്കുന്നു. ജാതം ചെയ്തൊരു ദേവരാജനെ പാട്ടി പാടുന്നു, പാടുന്നു, പാടുന്നു. വാനമതിൽ താരകളിൽ കാച്ചിലം പൊലി കേൾക്കുന്നു. ജാതം ചെയ്തൊരു ദേവരാജനെ പാട്ടി പാടുന്നു, പാടുന്നു, പാടുന്നു. വാനമതിൽ താരകളിൽ കാച്ചിലം പൊലി കേൾക്കുന്നു. ജാതം ചെയ്തൊരു ദേവരാജനെ പാട്ടി പാടുന്നു, പാടുന്നു, പാടുന്നു. വാനമതിൽ താരകളിൽ കാച്ചിലം പൊലി കേൾക്കുന്നു. ജാതം ചെയ്തൊരു ദേവരാജനെ പാട്ടി പാടുന്നു, പാടുന്നു, പാടുന്നു. വാനമതിൽ താരകളിൽ കാച്ചിലം പൊലി കേൾക്കുന്നു. ജാതം ചെയ്തൊരു ദേവരാജനെ പാട്ടി പാടുന്നു, പാടുന്നു, പാടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 2020 ഈ ക്രിസ്തുമസിന്റെ വേളയിൽ ലോകജനത മഹാവ്യാധിയുടെ മധ്യേ ആയിരിക്കുമ്പോൾ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഭയപ്പെടേണ്ട. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തുവെന്ന ലോകരക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യെസ്, എ സേവിയർ ഹാസ് ബീൻ ബോൺ.
behalf of the Austin Marthoma Church in Austin, Texas, we want to wish you a Merry Christmas and a blessed New Year. ഓസ്റ്റിൻ മാർത്തോമ ഇടവകയുടെ കൊയർ അംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഗാനോപഹാരം സമർപ്പിക്കുന്നു. ബേത്ലഹേമിൽ ആട്ടിടയരോടുകൂടെ നിങ്ങളും പോയിടാമോ. God bless you all. Study, 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 study.
നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്മസ് എന്നും സന്തോഷത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും ദിനങ്ങളാണ്. ആത്മീയ നിർവൃതിയുടെ ഉന്നതമായ പ്രതീകമാണ് ക്രിസ്തുവിൻ്റെ ജനനം. പിന്നിട്ട വർഷങ്ങളിൽ നിന്നും പല വ്യത്യസ്തതകളും നാം 2020 കണ്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലും പല മാറ്റങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ ദിനങ്ങളും ഇന്ന് നാം പിന്നിടുമ്പോൾ അവയ്ക്കൊക്കെയും വലിയ വിലയുള്ളതായി നാം കാണുന്നു. അതിൻ്റെ പ്രാതിനിധ്യം ഈ ദിനങ്ങളിൽ നാം കൂടുതലായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ ക്രിസ്മസ് പ്രോഗ്രാം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടാടുവാൻ നമുക്ക് ഇടയായതിൽ ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. സംഗീതസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ മാനവരാശിയുടെ രക്ഷയ്ക്കായി കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി ഈശോയുടെ ജനനം ലോകത്തോട് വിളിച്ചോതുവാൻ ഇന്ന് നമുക്ക് ഇടയായി. ഈ സന്ധ്യയെ ഏറ്റവും മനോഹരമാക്കി തീർത്ത തമ്പുരാന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഏറ്റവും ആദരണീയനായ അഭിവന്ദ്യ ഐസക് മാർ ഫിലക്സിനോസ് തിരുമേനിയുടെ ക്രിയാത്മകമായ നേതൃപാടവം നമ്മുടെ യുവജന സഖ്യത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുമേനി തൻ്റെ സന്ദേശത്തിലൂടെ കാലിത്തൊഴുത്തിൽ ജാതനായ ഉണ്ണി യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എപ്രകാരം ഉൾക്കൊള്ളണമെന്നും അതിൻ്റെ അനിവാര്യത ഇന്നത്തെ കാലത്തിൽ ഏറ്റവും വലുതാണെന്നും ഉത്ബോധിപ്പിച്ചു. ബഹുമാനപ്പെട്ട തിരുമേനിയോട് സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ പേരിലുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം 70ൻ്റെ നിറവിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട തിരുമേനിയെ തമ്പുരാൻ ആയുസ്സും ആരോഗ്യവും നൽകി തുടർന്നും ദൈവവേലയിൽ കർമ്മനിരതനാവുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റവറൻഡ് സാം ടി മാത്യു, യുവജന സഖ്യം ഡയസിഷൻ വൈസ് പ്രസിഡന്റ്, അച്ഛൻ്റെ സാന്നിധ്യവും ശക്തമായ നേതൃത്വവും ഡയസിഷൻ യുവജന സഖ്യത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ സാഹചര്യങ്ങളിലും സഖ്യപ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടുപോകുവാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനോട് സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മനോജ് ഇടുക്കള അച്ഛൻ, ഡയസിഷൻ സെക്രട്ടറി, ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠർ, നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും ഞങ്ങളുടെ ഈ റീജിയൻ്റെ ഏറെ വിലപ്പെട്ടതാണ്. നിങ്ങളേവരോടുമുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹവും ഇത്തരുണത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാത്യൂസ് അച്ഛൻ, ഇവിടെ സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ സ്ട്രോങ് പില്ലർ ആണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ്റെ നേതൃപാടവം വാക്ചാതുര്യവും എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. ഈ പ്രോഗ്രാമിൻ്റെ ചെറുതും വലുതുമായ എല്ലാ അറേഞ്ച്മെൻറ്റ്സിലും അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഇത്തരുണത്തിൽ ഹൃദയപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട റോഷൻ വി മാത്യൂസ് അച്ഛനാണ് ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറായി പ്രവർത്തിച്ചത്. റിതംസ് ഓഫ് ബേത്ലഹേം എന്ന വിർച്വൽ ക്രിസ്മസ് കരോളിൻ്റെ വിജയത്തിനായി അച്ഛൻ വഹിച്ച പങ്ക് വാക്കുകൾക്കും അപ്പുറമാണ്. അച്ഛൻ convinced us with his great ideas and made this program successful. പ്രിയപ്പെട്ട അച്ഛനോടുള്ള ഹൃദയംഗമമായ നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി ബിജി ജോബി, ഡയസിഷൻ സെക്രട്ടറി ആൻഡ് റീജിയണൽ വൈസ് പ്രസിഡന്റ്, സിബിൻ തോമസ്, സൗത്ത് വെസ്റ്റ് ട്രഷറർ, ആൻഡ് വിജു വർഗീസ്, റിതംസ് ഓഫ് ബേത്ലഹേം കോർഡിനേറ്റേഴ്സ്, ഇവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഡയസിഷൻ സെക്രട്ടറിയുടെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ ഇടയിലും ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച ഡയസിഷൻ സെക്രട്ടറി ബിജിയോടും പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയ സിബിനോടും വിജുവിനോടുമുള്ള സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇന്നത്തെ സായം സന്ധ്യയ്ക്ക് മാറ്റുകൂട്ടുവാൻ റിതംസ് ഓഫ് ബേത്ലഹേം എന്ന വിർച്വൽ ക്രിസ്മസ് കരോളിൽ പങ്കെടുത്ത സൗത്ത് വെസ്റ്റ് റീജിയനിലെ എല്ലാ ശാഖാ കൊയേഴ്സിനോടും ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്ത് സഹായിച്ച എല്ലാ കുഞ്ഞുങ്ങളോടും അവരെ ഇതിനായി പ്രിപ്പയർ ചെയ്ത മാതാപിതാക്കളോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിൻ്റെ വീഡിയോ എഡിറ്റിങ്ങിനു വേണ്ടി പ്രവർത്തിച്ച ട്രിനിറ്റി മാർത്തോമ ചർച്ച് ഹ്യൂസ്റ്റൺ AV ടീമിനോടുള്ള
ഹൃദയംഗമമായ നന്ദി സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ നാമത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. അതോടൊപ്പം ഈ പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് സഹായിച്ച മർത്തോമ മീഡിയ ടീം, അബ ന്യൂസ്, പ്രവാസി ചാനൽ, eMalayali.com, eMalayali എൻ്റർടൈൻമെൻറ്റ് TV, സഭാദൂതൻ, DSMC ഏവരോടുമുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിൻ്റെ സ്പോൺസേഴ്സ് ആയ MT മത്തായി ആൻഡ് ഉമ്മൻ തോമസ്, റോയൽ ട്രാവൽസ് ആൻഡ് ടൂർസ് ഹ്യൂസ്റ്റൺ, Mr. Saji, hedge funds from New York, Shinu Punu's Express Care Pharmacy, Carrollton, Cosmos Wine Rentals and Sony and Family, George C. Abraham, John Jacob from Axon Financial Services, Houston. ഏവരെയും സൗത്ത് വെസ്റ്റ് റീജിയൻ സ്നേഹപൂർവ്വം ഓർക്കുകയും നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെയും ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചവർ, പ്രത്യേകിച്ചും ഓപ്പണിംഗ് പ്രയർ ചെയ്ത മാത്യു ജോസഫ് അച്ഛൻ, ബൈബിൾ റീഡിംഗ് ചെയ്ത് സഹായിച്ച വിജു വർഗീസ് ആൻഡ് സിബിൻ തോമസ്, ദൂരത്തും ചാരത്തുമായി നിന്നുകൊണ്ട് റിതംസ് ഓഫ് ബേത്ലഹേമിനെ ഹൃദയത്തിലേറ്റിയവർ, സഖ്യം സ്നേഹിതർ, ആശംസകൾ അറിയിച്ച ബിജു നാരായണൻ, വില്യം ഐസക്, ശ്രേയ ആന ജോസഫ്, ഏവരോടുമുള്ള സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ നിസ്സീമമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ സ്നേഹവും കാലിത്തൊഴുത്തിൽ പിറന്ന പൊന്നേശുവിൻ്റെ എളിമയും നമുക്ക് ഏറ്റെടുക്കാം. ഈ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് പരത്താം. ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. താങ്ക് യു. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കാവലും നടത്തിപ്പും നാം എല്ലാവരുടെ മേലും എല്ലാ പ്രവർത്തനങ്ങളോടുകൂടിയും ആവശ്യങ്ങളോടുകൂടിയും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ.